ഈ പ്രായത്തിൻ്റെ ചുറുചുറുക്കും ഇല്ലായ്മയും ഒക്കെ തെളിയിക്കുന്ന നമ്മളെ മാനസികമായ അവസ്ഥകളാണ്. നമുക്കൊക്കെ എന്ന് വെച്ചാൽ അദ്ദേഹം ലോകം കണ്ടൊരു വലിയ നടനായിട്ട് മാറിക്കഴിഞ്ഞ വ്യക്തിയാണ്. ജീവൻ പോയിട്ടില്ല, എൻ്റെ പൂതി മാറിയിട്ടില്ല. അപ്പൊ എല്ലാവരും നോവൽ വായിച്ചു തുടങ്ങിയ മുതൽ മനക്കോട്ട കെട്ടാൻ തുടങ്ങി. ഇതിൽ ഏത് കഥാപാത്രം, ഇത് ഓരോ കഥാപാത്രം വരുമ്പോൾ ഇത് ഞാനായിരുന്നെങ്കിൽ. ഞാൻ രഞ്ജിത്ത് അവിടെ ഇരിക്കുകയാണ്, ഞാൻ രഞ്ജിത്തിൻ്റെ അവിടെ താഴെ അവിടെ പോയിരുന്നു. ആരദ്ദേഹത്തെ കൊണ്ട് കയറ്റിവിട്ട് ആരാത്, എന്താണ്, ഏതാണ്? എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ നാട്ടിലുള്ള കുട്ടികളെ ഉറക്കാനും ഭക്ഷണം കഴിക്കാനും വികൃതി കാണിക്കാതിരിക്കാനും അമ്മമാർ ഉപയോഗിക്കുന്ന ഒറ്റ പാതയിലായിരുന്നു. മാണിക്കങ്ങ് വരെയായിരുന്നു. ശരിക്കും ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്നുള്ള സത്യമാണ് നോവലുള്ളതാണ്. പക്ഷെ ഈ ചവിട്ടുന്ന സീൻ എൻ്റെ അടുത്ത് അപ്പം നമുക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, വീണോ മറ്റേ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ ഞാൻ അനുഭവിച്ചാണ്. 100-300 ആൾ കാണാൻ നിൽക്കുന്നത് ഷൂട്ടിംഗ് ആണ്. അവിടെയാണ് എന്നോട് നല്ല ആശ്രയിച്ചുകളെന്ന് പറയുന്നത്. നമസ്കാരം. 2009 എൻ്റെ ഓർമ്മ ശരിയാണ്, 2009 ഇറങ്ങിയ ഒരു സിനിമ വീണ്ടും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തിയാണ്. നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെട്ട സിനിമയാണ് പാലേരിമാണിക്യം. മമ്മൂക്ക 3 കഥാപാത്രമായി വരുന്നു. ആ സിനിമയിൽ അഭിനയിച്ച 3 പേർ ഇന്ന് എന്നോടൊപ്പമുണ്ട്. 3 പേർക്കും സ്വാഗതം. നമസ്കാരം. അതിലേറ്റവും പ്രായം കുറഞ്ഞ മുസ്തഫ ഇരിപ്പുണ്ട്. മാഷേ, ഏറ്റവും പ്രായം കുറഞ്ഞ മുസ്തഫ ഇരിപ്പുണ്ട്. ഒന്ന് ചോദിച്ചേ എത്ര വയസ്സുണ്ടെന്ന് ചോദിക്കാം. മുസ്തഫ പറയുമെന്ന് എനിക്ക് നോക്കട്ടെ. വയസ്സ് ഞാൻ പറയില്ലേ? അതിപ്പോ പറയില്ലെന്ന് മുൻകൂർ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും പറയേണ്ടി വരും, അത്രേ ഉള്ളൂ. അപ്പൊ മാഷ് പറയില്ലല്ലോ. അത് ഞാൻ പറയൂ. മാഷ് ഒന്ന് പറ. എനിക്ക് 73 വയസ്സായി. 73 വയസ്സ്. ഇവിടെ ഒന്ന് ചോദിച്ചാൽ പറയില്ല. പിന്നെ മുസ്തഫയ്ക്ക് എത്ര വയസ്സായി? എനിക്ക് വയസ്സ് പറഞ്ഞു കളിക്കുന്ന കളിയാണ്. അല്ല, എങ്കിലും എനിക്കൊന്ന് അറിയണം. 2009 അഭിനയിച്ചിട്ട് ഞാൻ 40+ ആയി. എത്രയൊന്നും അറിയില്ല കൃത്യം. എത്ര വേണേയും കൂട്ടാം. അതെ, എത്ര വേണേയും കൂട്ടാം. അതെ, പാലേരിമാണിക്ക് ഇറങ്ങിയ സമയത്ത് എനിക്ക് 26-27 വയസ്സുണ്ട് അന്ന്, അല്ലേ? അതെ. അപ്പൊ കൂട്ടിക്കോ എന്ന് പറയണ്ടേ? മനസ്സിലെടുത്ത് പാലേരിമാണിക്ക് ഇറങ്ങിയ വർഷങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു. 2009 നമ്മൾ ഓൾറെഡി പറഞ്ഞു. പക്ഷെ ആ സിനിമ വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുകയാണ് 4K ആയിട്ട്, അല്ലേ? എന്ത് തോന്നുന്നു ഈ സമയത്ത്? വളരെ സന്തോഷം തോന്നുന്നു. കാരണം ഇത്തരം ഒരു സിനിമ, ഒരു നല്ല സിനിമ, ഒരു നല്ല നോവലിനെ ബേസ് ചെയ്തിട്ട് നിർമ്മിച്ചൊരു സിനിമ, അത്രയും നാടക പ്രതിഭകളാണ് അതിൻ്റെ അകത്ത് അഭിനയിച്ചത്. 10-30ഓളം നാടകക്കാരാണ് അതിൻ്റെ അകത്ത് അഭിനയിച്ചത്. ആ ഒരു സിനിമ വീണ്ടും 4K ആയിട്ട് തിരിച്ചു വരിക, അത് കാണാൻ ഇപ്പോഴും പ്രേക്ഷകർ വീണ്ടും തയ്യാറായിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ന്യൂസ് അറിഞ്ഞതോട് കൂടിയിട്ട് അതിൽ അഭിനയിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ആ സിനിമ തിരിച്ചു വരുന്നതിൽ അതിലേറെ സന്തോഷം. മമ്മൂക്കയുടെ കൂടെയായിരുന്നു നിങ്ങൾ രണ്ടുപേരും, അല്ലേ? അമതാജിന്റെ കൂടെ 24 മണിക്കൂറുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. ആ ക്യാരക്ടർ കുന്നുമ്മൽ വേലായുധം ചെയ്ത കുറെ പ്രവർത്തികൾ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. ഒരുപാടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരാളല്ല. നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരാളല്ല. പക്ഷെ നമ്മൾ ആക്ട് ചെയ്യുമ്പം നമ്മൾ കഥാപാത്രമായിട്ട് മാറിയേ പറ്റും. പക്ഷെ അത് കൂടിപ്പോയെന്ന് തോന്നിയോ? കൂടിപ്പോയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നീട് വീട്ടിൽ പോയപ്പോ എന്താ പറഞ്ഞു? വീട്ടിൽ പോയപ്പോൾ ഒന്നും പറഞ്ഞില്ല. പക്ഷേ പൊതുവെ ഞാനൊന്ന് കുറച്ച് കുറേ സീരിയലുകളിൽ അഭിനയിച്ചിരുന്നു. അതിൽ ലാസ്റ്റ് മറ്റേ കായംകുളം കൊച്ചുണ്ണി 1.5 കൊല്ലം അഭിനയിച്ച്, അതിലും വില്ലനാണ്. ഇതിലും ആ ഒരു സ്വഭാവം പൊതുവെ പ്രേക്ഷകർക്കിടയിൽ, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾക്കിടയിൽ എൻ്റെ ഒരു സ്വഭാവം അതാണോ, വില്ലനാണോ, ഞാൻ ജീവിതത്തിൽ യഥാർത്ഥ വില്ലനാണോ എന്ന് പലരും സംശയിച്ചിട്ടുണ്ട്. ആ ഒരു ദൃഷ്ടിയോട് കൂടിയിട്ടാണ് പലപ്പോഴും എന്നെ കണ്ടിട്ടുള്ളത്. പലരും ഇപ്പോഴും കാണുന്നത് അങ്ങനെ തന്നെ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അതിനുശേഷം ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തു. പക്ഷെ ഇപ്പോഴും കാണുന്നത്, ഇപ്പോഴും അറിയപ്പെടുന്നതും പാലേരിമാണിക്യത്തിലെ കുന്നുമ്മൽ വേലായുധനായിട്ടാണ്. ആ കുന്നുമ്മൽ വേലായുധൻ എന്ന കഥാപാത്രം ശരിക്കും മനസ്സിൽ തട്ടുന്ന പോലെ നിമിഷങ്ങളുണ്ടല്ലോ. പവർഫുൾ ആയിരുന്നു ആ സിനിമയിൽ കുറെ നിമിഷങ്ങളുണ്ടല്ലോ. എന്തായാലും മമ്മൂക്കയുടെ കൂടെയാണ് അന്ന് അഭിനയിച്ചത്. ഇന്നത്തെ മമ്മൂക്ക, അല്ലേ? അത് കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങളായി, നിങ്ങൾ അഭിനയിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. ആ മമ്മൂക്കായും നിങ്ങളെയും കാണുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ തന്നെ നിങ്ങൾ എന്താണ് ഇങ്ങനെ, മമ്മൂക്ക എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? ആ ഒരു എന്താണ് ആ പ്രായത്തിന്റെ ഒരു ചുറുറുക്കുണ്ടല്ലോ മമ്മൂക്കയുടെ, അതെങ്ങനെ കാണുന്നു? അല്ല, അത് കാണണമെന്നില്ല. ഓരോരുത്തർക്ക് ഇതിൻ്റെ ഈ പ്രായത്തിൻ്റെ ചുറുചുറുക്കും ഇല്ലായ്മയും ഒക്കെ തെളിയിക്കുന്ന നമ്മളെ മാനസികമായ അവസ്ഥകളാണ്. ഈ മാനസികാവസ്ഥ നമുക്കുണ്ടായിരുന്നെങ്കിൽ, നമുക്കും അതേമാതിരി ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നരച്ച താടിയൊക്കെ മാറിയിട്ട് വെള്ളത്താടി പോയിട്ട് കറുപ്പ് താടിയൊക്കെ ആയി മാറുമായിരുന്നു. പക്ഷെ നമ്മളൊരവസ്ഥ അതല്ല. നമ്മൾ നിത്യജീവിതത്തിൽ ഇപ്പോഴും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് നിത്യജീവിതത്തിന്. പിന്നെ
അങ്ങനെ ഈ പറഞ്ഞൊരു മമ്മൂക്കയൊക്കെ എന്ന് വെച്ചാൽ അദ്ദേഹം ലോകം കണ്ടൊരു വലിയ നടനായിട്ട് മാറിക്കഴിഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. ഒരുപാട്, ഒരു തവണ 2 തവണയല്ല, പല തവണ തെളിയിച്ചു കഴിഞ്ഞു അദ്ദേഹം. ഇപ്പോൾ ലാസ്റ്റ് വന്നൊരു സിനിമ ഉണ്ടല്ലോ അദ്ദേഹം, അത് പേര് ഞാൻ മറന്നു. കാതകല്ല, ഒരു ഭ്രമരം നമ്പൂതിരി, സൂപ്പർ ആക്ടിങ്ങിൽ വളരെ സൈലന്റ് ആക്ടിങ് ആണ് അദ്ദേഹത്തിൻ്റെത്. വളരെ സൈലന്റ്, നോട്ടും ജസ്റ്റ് ആ ബോഡി ലാംഗ്വേജാണ് അതിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഡയലോഗ് ഡെലിവറിനെക്കാട്ട് ഏറ്റവും കൂടുതൽ ബോഡി ലാംഗ്വേജാണ് അതിൻ്റെ നടത്തങ്ങളും പിന്നെ എക്സ്പ്രഷൻസ് അതൊക്കെ വളരെ. അപ്പോൾ നമുക്ക് നമ്മളിൽ നിന്ന് മുന്നേ പോയവരിൽ നിന്ന് നമുക്ക് കുറേ പഠിക്കാനുണ്ട്. നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ടിങ് ആയാലും എത്ര പഠിച്ചാലും നമ്മൾ ജീവിതാവസാനം പഠിച്ചാലും തീരില്ല. കാരണം അത്രയ്ക്കും നമുക്ക് ഒബ്സർവ് ചെയ്യാനുണ്ട്, അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് അങ്ങനെ ഒരു സാധനമാണ് ആക്ടിങ്. തീർച്ചയായിട്ടും ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പോഴും പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്, ഈ സിനിമ ഇറങ്ങുന്നതിന് കാത്തിരിക്കുകയാണല്ലോ. പക്ഷേ ഒരു സ്കൂൾ അധ്യാപകനായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ കാലഘട്ടം, ആ സമയത്താണല്ലോ ഈ സിനിമയിലേക്ക് വരുന്നത് അല്ലേ? എങ്ങനെയാണ് ഈ അന്ന് ഈ 2009 ഈ സിനിമയിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? അതൊരു യാദൃച്ഛികമായിരുന്നു. എനിക്ക് വിൽസൺ സാമുവൽ എന്ന് പറയുന്ന സുഹൃത്തുണ്ട്, കോഴിക്കോട് സംഗമം തിയേറ്ററിൻ്റെ ഉടമ. അദ്ദേഹമാണ് മമ്മൂക്കെ അറിയില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം ഒരു പാലേരി മാണിക്യം സിനിമ. അപ്പം ഞാൻ പറഞ്ഞു പാലേരി മാണിക്യം എൻ്റെ വീടുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് യഥാർത്ഥത്തിൽ. വളരെയധികം ബന്ധപ്പെട്ട കഥയാണ്. അതിൽ കാണുന്ന മന്ത്രവാദം നടക്കുന്നില്ലേ, ധരിക്കളെന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്, ആ മന്ത്രവാദം നടക്കുന്നത് എൻ്റെ വീട്ടിലായിരുന്നു. അടുക്കത്തെ വീട് എന്ന് പറയുന്നത് എൻ്റെ വീടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി താല്പര്യം തോന്നി. ഇനി എന്തെങ്കിലും വഴിയുണ്ടെന്ന് ചോദിച്ചു. ഓഡീഷൻ കഴിഞ്ഞു പോയല്ലോ, ഞാൻ സ്കൂളൊക്കെ ആയതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. അപ്പം വിൽസേട്ടനാണ് ശരിക്കും ഒരു നിമിത്തമായിരുന്നത് പറയുന്നത്, ഒന്ന് ഏതായാലും വാ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി രഞ്ജിത്തിന് പോയി കണ്ടപ്പോൾ ഒന്ന് ചോദിച്ചു നോക്കി, ആ ക്യാമ്പിൽ വാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അതിൽ വരുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഈ സിനിമ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാട്ടിലും എൻ്റെ വീട്ടിലൊക്കെ ചുറ്റപ്പെട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും മുരിക്കുംകുന്ന് താമരാജി കഥാപാത്രത്തിൻ്റെ മക്കൾ എൻ്റെ കൂട്ടുകാരാണ്. എൻ്റെ വീട്ടിൽ തൊട്ട് അയൽപക്കത്തുണ്ട് 2 പേര്. സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യമായിട്ട് മകള് ചോദിച്ചത്, പാപ്പനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് തോന്നിയത് കാണിച്ച്. അതൊന്നുമില്ല, അത് രാജീവ് ഇത് കഥയാണ്. രാജീവ് എൻ്റെ കൂടെ പഠിച്ച ഒരാൾ കൂടിയാണ്, വടക്കുംപടി ഹൈസ്കൂൾ. വളരെ സന്തോഷമുണ്ട് മമ്മൂക്കനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ. അദ്ദേഹം ഇത് കേട്ടാൽ തന്നെ സിനിമ പ്രൊമോട്ട് ചെയ്യാനുള്ള നമ്മൾ വന്നത് സിനിമ. അപ്പോൾ അദ്ദേഹം വിചാരിക്കില്ല എന്താണ് ഇങ്ങനെ. അപ്പോൾ നല്ല സൗഹൃദവും സ്നേഹമൊക്കെ സൂക്ഷിക്കാൻ ഇപ്പോഴും. ഇപ്പോൾ ലാസ്റ്റ് നൻപകൽ നേരത്തെ മയക്കത്തിലാണ് ഞങ്ങൾ കുറേ സമയം സംസാരിക്കാനൊക്കെ സമയം കിട്ടുന്നത് അതിനകത്ത്. അല്ലെ, ഇപ്പൊ മകള് ചോദിച്ചൊരു കാര്യം, അന്ന് ചോദിച്ച കാര്യം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അന്ന് മകള് ചോദിച്ചു, ഈ വാപ്പാക്ക് ഇങ്ങനത്തെ 2 കൂട്ടുകാരുണ്ടായിരുന്നു, ആ കൂട്ടുകാരാരാന്ന് ചോദിച്ചു. അത് ഞാനത് തുറന്ന് പറയാലോ നമുക്ക്. തുറന്ന് പറയുകയാണെങ്കിൽ ഇദ്ദേഹം പിന്നെ ഞാൻ കണ്ടിരുന്നു ഇദ്ദേഹത്തെ, യഥാർത്ഥ അഹമ്മദ് കണ്ടിരുന്നു. വളരെ എനിക്ക് അന്ന് 7 വയസ്സേ ഉള്ളൂ. അപ്പം കണ്ടിരുന്നു. അന്ന് കണ്ടിപ്പോൾ കൗതുകത്തോടെ നോക്കുന്ന ഒരു ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ആകാര സൗഷ്ഠവും ഭംഗിയുള്ള, ഏതായാലും ഇന്നത്തെ മമ്മൂക്കയുടെ രൂപം തന്നെയായിരുന്നു അന്നത്തെ അദ്ദേഹത്തിന്. അതിങ്ങനെ നോക്കുമായിരുന്നു. അപ്പം അന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു, പെണ്ണുങ്ങളാരും പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന്. ഇയാളെ ഭയപ്പെട്ടിട്ടല്ല, ഇദ്ദേഹത്തിൻ്റെ ഫിഗറിൽ ആകൃഷ്ടരാക്കി പോകാതിരിക്കാൻ. അതൊരു പ്രത്യേക സംസാരമായിരുന്നു അത് അന്ന് അവിടെ അക്കാലത്ത്. 5000 വരുന്നത് അത് പോയിക്കോന്ന് പറയും. ഒന്നും നോക്കിയാൽ അയാളൊന്നും ചെയ്തിട്ടില്ല. ഒരു സ്ത്രീയെ പോലും അദ്ദേഹം ബലാത്കാരമോ ചെയ്തിട്ടില്ല. സ്ത്രീകൾക്ക് ആകർഷണം തോന്നുമെന്ന് പറ്റും. പിന്നെ അതുമാത്രമല്ല, ഒരു മാണിക്യം മാത്രമല്ല അദ്ദേഹത്തിന് കീഴ്പ്പെട്ടത്, പക്ഷേ ഒരു മാണിക്യം മാത്രമേ പ്രതികരിച്ചുള്ളൂ. അത് രക്തസാക്ഷിയാവുകയും ചെയ്തു. അതൊരു പ്രത്യേകത പാലേരി മാണിക്യ സംഭവത്തിലുണ്ടായിരുന്നു. അത് വളരെ മനോഹരമായിട്ട് എൻ്റെ സുഹൃത്ത് രാജീവൻ ഇന്ന് ജീവിച്ചിട്ടില്ല, അത് എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേദന എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂടെ ഇതിൽ അഭിനയിച്ച 8 പേര്, അഭിനയിച്ചതും എഴുതിയ ആൾ 8 പേര് വിട്ടില്ല. അത് ആദ്യമായിട്ട് അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ തീർച്ചയായിട്ടും നമിക്കുന്നു. ഒന്ന് TP രാജീവൻ, പിന്നെ ഷംസു കോഴിക്കോട്, വിലാസിനേച്ചി, പിന്നെ ഗോവിന്ദൻ മാഷ്, വിക്രമൻ നായർ, അങ്ങനെ ഇവർക്കൊക്കെ ഒരു പ്രത്യേകത കൊണ്ട് ഈ പാലേരി മാണിക്യം ഇറങ്ങിയതിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ്, സിനിമ എക്സ്പീരിയൻസ് എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ഒരു 16 വർഷത്തെ, അതിനേക്കാളേറെ വർഷത്തെ നാടക പാരമ്പര്യമുള്ള ആൾക്കാരാണ് ഈ സിനിമയിൽ അഭിനയിച്ച ഒട്ടുമിക്ക ആളുകളും. ഞാനൊക്കെ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾക്ക് മടിയായിരുന്നു. കാരണം ബെസ്റ്റ് ആക്ടർ റിയാലിറ്റി ഷോ കഴിഞ്ഞ ഉടനെ നേരെ പോകുന്നത് മുരളി സാർ പറഞ്ഞിട്ടാണ് പോണത്. പോയി നോക്കുമ്പോൾ എല്ലാവരും പ്രായമുള്ള കുറേ സീനിയർ ആയിട്ടുള്ള നാടകക്കാർ. അപ്പോൾ നമ്മൾ ക്യാമ്പിൽ നിൽക്കണം. അപ്പോൾ ഞാനും ഗിരിയും കൂടി അപ്പുറത്തുനിന്ന് ഡിസ്കസ് ചെയ്തു,
നമുക്ക് കയറാം. അപ്പം മുരളി സാറിൻ്റെ അടുത്ത് ചോദിച്ചാൽ മുരളി സാറിന് നിങ്ങൾക്ക് പറഞ്ഞതൊക്കെ തന്നെ ഉള്ള അവിടെയും നിങ്ങൾ കുഴപ്പമില്ല ഷൂട്ടൊക്കെ തുടങ്ങുമ്പോൾ അറിയിക്കാന്ന് പറഞ്ഞു. പക്ഷെ അല്ല ഞങ്ങൾക്ക് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇവരെ കൂടെ ജോയിൻ ചെയ്ത ഒരു 10-12 ദിവസം അല്ലേ ഉണ്ടായിരുന്നില്ലേ? 10 ദിവസം 10 ദിവസം ഇവരെ കൂടെ അടിപൊളിയായിരുന്നു. ഇതിലാരും അഭിനയിക്കണമെന്ന് പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു. ആരും അഭിനയിക്കണ്ട, നിങ്ങൾ കഥാപാത്രമായി ബിഹേവ് ചെയ്താൽ മതി എന്നുള്ളത്. അത് അന്ന് കിട്ടിയൊരു ക്ലാസ് ആയിരുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും പാലേരി മാണിക്യത്തിലെ കാര്യങ്ങൾ ആൾക്കാർ പറയുമ്പം ഓർത്തെടുത്ത് പറയുമ്പം ഇപ്പം 2 ദിവസം മുന്നേ കൂടി എൻ്റെ അടുത്ത് ഒരാൾ വെച്ച് പാലേരി മാണിക്യത്തിൽ അഭിനയിച്ച ആളല്ലേ, അത് ഭയങ്കര മൈൽ സ്റ്റോൺ ആയിരുന്നു ഞങ്ങൾ കുറേ ആളുകൾക്ക്. അതിനുശേഷം എത്ര ആൾക്കാർ സജീവമായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ഊണ് കഴിക്കാൻ പോയ ഹോട്ടലിൽ നിങ്ങൾ കുറച്ചേരം ആൾക്കാർ നോക്കിയിട്ട് പാലേരി മാണിക്യത്തിലുള്ളതല്ല, എത്ര വർഷം കഴിഞ്ഞിട്ടാണോ ഇവിടേക്ക് വരുന്നതിന് തൊട്ട് മുൻപ് ഞാനിപ്പോഴും മനസ്സിൽ നിൽക്കുകയാണ്. ട്രെയിനിലൊക്കെ യാത്ര സിനിമ വന്നാൽ ക്ലിക്ക് ആവുന്നതാണ് തോന്നുന്നത്. ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോഴും ചോദിക്കുന്നത് ആദ്യം പാലേരി മാണിക്യത്തിലെ ആളല്ലേ. അത് അതിനുശേഷം എത്ര പടം ചെയ്തു, പക്ഷെ അതൊന്നും അല്ല. ഇതൊരു ആൾക്കാർ ആദ്യം അത്രയും ആൾക്കാരെ ഫ്രഷ് ആയിട്ട് കണ്ടൊരു അനുഭവം ഉണ്ടായിരുന്നു ആ സിനിമ. അതെ അതെ അതെ. പെട്ടെന്ന് നമ്മളെ മുഖം തിരിച്ചറിഞ്ഞ പാലേരി മാണിക്യത്തിലെ ആർട്ടിസ്റ്റാണ് എല്ലാവരും തിരിച്ചറിയുന്നത്. അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു വേദന, കുടുംബസമയത്ത് നമ്മൾ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമ കാണാൻ ആഗ്രഹം ആർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ കുടുംബസമേതം കാണാൻ എനിക്ക് പറ്റിയില്ലെന്ന്. അതായത് അതിനകത്ത് എന്നോട് രഞ്ജിത്ത് സാർ പറയുന്നത് തന്നെ ബല ഒരു വൃത്തികെട്ട സീനുണ്ട്, ചെയ്യാവോന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ട്രൗസർ അഴിച്ച് കളയണമെന്ന് പറഞ്ഞു. ട്രൗസർ അഴിച്ച് കളയണമെന്ന് മറ്റേ അവിടെ കുളത്തില് പോയിട്ട് ജീവൻ പോയിട്ടില്ല. അത് അറ്റ കാരണം കൊണ്ട് ഫാമിലിനെ കൊണ്ട് പടത്തിന് പോയില്ലാന്ന്. ഫാമിലി പിന്നെ കണ്ടോ? അവര് വേറെ പോയി കണ്ടു. അടുത്ത് വന്നിട്ട് എന്നാ പറഞ്ഞു? എന്തെന്നാച്ചാ നാടൻ ഭാഷയിൽ പറഞ്ഞ എന്തെന്നാച്ചാ ചെയ്ത് മനുഷ്യന്മാർക്ക് കാണുവാൻ പറ്റുമോ, ഞാക്കാരും കൂട്ടിപ്പോയി പോകാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു. കൂട്ടുകാരികളൊന്നും കൂട്ടിപ്പോയി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് അന്ന് ആ സമയത്ത് എനിക്ക് തോന്നുന്നത് കാലം തെറ്റിറിയാൻ സിനിമ എനിക്ക് തോന്നി അല്ലേ. ഇപ്പത്തെ ആളുകൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ സാധ്യതയുണ്ട്. അല്ല എങ്കിലും ആ ഒരു സീൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു സീനാണ്. കുളത്തിന് കയറി പോയിട്ട് ഒരാളുടെ അതങ്ങനെ കാണാൻ പറ്റാത്ത തരത്തിലുള്ള ആൾക്കാരിറ്റി ഒന്നും അതിനകത്തില്ല. ഒന്നും ഇല്ലാതാരും. അത് ശരിയാണ്, ഒന്നും ഇല്ലാതെ. അതൊരു വല്ലാത്തൊരു സീനായിരുന്നു. സെക്സ് നന്നായിട്ടല്ല അവതരിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ മനോഹരമായിട്ടാണത്. അതും സെക്സും മനോഹരമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്, സെക്സ് ആയിട്ടല്ല, വൃത്തികേടായിട്ട് ഒന്നുമില്ല. നേരത്തെ ഞാൻ ചോദിച്ചാൽ മോളിനടുത്ത് വാപ്പാടെ കൂട്ടുകാർ ഇങ്ങനത്തെ ഈ 2 കൂട്ടുകാരുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടോ പിന്നീട്? അവരുടെ അറിവിൽ ഇങ്ങനെ കൂട്ടുകാരുണ്ടായിരുന്നു, കുറേ പേരുണ്ടായിരുന്നു. അവർക്കറിയാം, ആ നാട്ടുകാർക്കും അറിയാം ആചാർ കൊന്നിട്ടില്ല എന്നൊക്കെ അറിയാം, വേറെ ആരോ കൊന്നു. അതാണ് പിന്നെ നോവലിസ്റ്റിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ടല്ലോ അതിന്. വായിച്ചിട്ടുണ്ടോ? ഞാൻ സിനിമ കാണാൻ നോവൽ വായിച്ചിട്ടില്ല. അയ്യോ, ഞങ്ങളടുത്ത് ക്യാമ്പിനകത്ത് ഞങ്ങളടുത്ത് പറഞ്ഞു എല്ലാവരും നോവൽ വാങ്ങി വായിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും നോവൽ വായിച്ചു തുടങ്ങിയ മുതൽ മനക്കോട്ട കെട്ടാൻ തുടങ്ങി. ഇതിൽ ഏത് കഥാപാത്രം, ഇത് ഓരോ കഥാപാത്രം വരുമ്പോൾ ഇത് ഞാനായിരുന്നെങ്കിൽ എന്നുള്ള ഫീൽ ഉണ്ടാവുമല്ലോ അത് വായിച്ചു തുടങ്ങുമ്പോൾ. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ആ നോവൽ ഫുൾ വായിച്ചതിന് ശേഷമാണ് എല്ലാവരും ഈ ക്യാമ്പിനകത്ത് ഓരോ ക്യാരക്ടർ ചെയ്തു നോക്കിയത്. അല്ല, ഉസ്മാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിരുന്നു. അതെ, ഭാഗ്യത്തിലപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഭാഗ്യം ഈ ബെസ്റ്റ് ആക്ടർ കഴിഞ്ഞ സമയത്ത് ഞാൻ ഒരുപാട് അലഞ്ഞിട്ടൊന്നുമില്ല. മുരളി സാർ ഇതിനകത്തുണ്ടായിരുന്നുകൊണ്ട് നേരെ അവിടെ ക്യാമ്പിൽ മുരളി സാറാണ്, മുരളി മേനോൻ. പുള്ളിക്കാരനെ പറഞ്ഞാൽ നീ രഞ്ജിനെ ഒന്ന് കാണും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാനും ഗിരിധർ ഇപ്പം സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കും. നേരെ പോയി സാറിനെ കാണണം. ഒരു ബാർബറിന്റെ കഥാപാത്രം അല്ലേ? എനിക്ക് തോന്നുന്നു അതിനകത്ത് ഇപ്പോഴും ഒരു കട്ട് കിടപ്പുണ്ട്, മമ്മൂക്ക ചവിട്ടുന്ന ഒരു സാധനം. ഇപ്പോഴും ആ കട്ട് ഭയങ്കരമായിട്ട് കിടപ്പുണ്ട്. ആ കട്ട് ശരിക്കും മറ്റേ ആരും കഥ പറഞ്ഞിട്ട് വലിയൊരു ചവിട്ട് പോയിട്ടാണ് വീഴുന്നത് അല്ലേ? ആ സീനൊക്കെ എടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു? ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു. അത് കഴിഞ്ഞ് അത് വലിയ ഡയലോഗും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യ ദിവസം ലേറ്റ് പോയി നാളെ എടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭാഗ്യം രക്ഷപ്പെട്ട്. അടുത്ത ദിവസം ഈ ചവിട്ടുന്ന സീൻ എൻ്റെ അടുത്ത്. അപ്പം നമുക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, വീണോ മറ്റേ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ ഞാൻ അനുഭവിച്ചാണ് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അയ്യോ ഇത് പക്ഷേ ഭാഗ്യത്തിന് 3ാമത്തെ ടേക്കോ 4ാമത്തെ ടേക്കോ കണ്ട് ഓക്കെ ആ വീഴണത്. അന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. മനോജേട്ടനൊക്കെ മനോജ് പിള്ളയായിരുന്നു ക്യാമറ. നമുക്കടെ കഥാപാത്രം തുപ്പുന്നൊരു സീനുണ്ട്, കാർ കളിച്ചിട്ട് പോകുമ്പോൾ ആ തുപ്പൽ ശരിക്കും ഒറിജിനലായിട്ട് മമ്മൂക്കയുടെ ബനിയൻ തത്തിന്റെ വീണം പാടത്ത് താള കൂട്ടുന്ന സമയത്ത് എന്നിട്ട് അത് അവിടെ തന്നെ വിട്ടു. അത് തുറക്കാൻ പിടിക്കാനൊന്നുമില്ല. പറയുകയാണെങ്കിൽ ഈ സിനിമയില് പാലേരി മാണിക്യത്തില് വേലായുധന്റെ റോള് ഞാൻ ചെയ്യുന്ന ലാസ്റ്റ് നിമിഷം വരെ എനിക്കറിയില്ല. കാരണം സിനിമ തുടങ്ങുന്നതിൻ്റെ എത്രയോ മുൻപേ രഞ്ജിത്ത് ഒരിക്കൽ എന്നെ വിളിച്ചു,
അങ്ങനെ മഹാറാണിയിലേക്ക് വിളിച്ചു. അപ്പോൾ രഞ്ജിത്തിന് എനിക്ക് ആദ്യം അറിയാം, നമ്മൾ ഇവരൊക്കെ സുഹൃത്തുക്കളാണ് നേരത്തെ. എനിക്ക് ഒരു ബുക്ക് തന്നു, നീ ഇതൊന്ന് കൊണ്ടുപോയി വായിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു രഞ്ജിത്ത് ഇപ്പം എന്തിനാ എനിക്ക് ബുക്ക് തരുന്നത്, ഒരു നോവൽ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ. നാടകം ഞാൻ അഭിനയിക്കേണ്ട നാടകമല്ല, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന നാടകം ചിലപ്പോൾ 10 100 പ്രാവശ്യം ഞാൻ വായിക്കും, പഠിക്കാനും അതിൻ്റെ ഒരുപാട്. ഞാൻ എന്തോ ഒരു ദുരുദ്ദേശത്തിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി, ഒരിക്കലും അങ്ങനെ ഒരു വലിയ വായനക്കാരനല്ല ഞാൻ, എനിക്ക് ചെയ്യാനുള്ള സ്ക്രിപ്റ്റ് വായിക്കുന്നല്ല. അത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് വായിച്ച് ഒരു 2 തവണ ഞാനത് മനസ്സിരുത്തി വായിച്ചു. അവിടുന്ന് ഒരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ രഞ്ജിത്ത് വീണ്ടും വിളിച്ചു. എന്നെ വിളിക്കാൻ നായര എവിടെയുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ട്, ഒന്ന് മഹാറാണിലേക്ക് വരുമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ മൂപ്പര് പലരും മാണിക്യത്തിൻ്റെ കഥ ഇങ്ങനെ പറയാൻ തുടങ്ങി എൻ്റെ അടുത്ത്. അതിങ്ങനെ തെറ്റിച്ച് പറയാൻ തുടങ്ങി. തെറ്റിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് അങ്ങനെയല്ലല്ലോ, അത് ആ ക്യാരക്ടറിലല്ല, അത് ഈ ക്യാരക്ടറല്ല പറയുന്നത്, അങ്ങനെ പറഞ്ഞപ്പോൾ മൂപ്പര് നിർത്തി ചിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ കറക്റ്റായിട്ട് വായിച്ചിട്ടുണ്ട്. അത് അപ്പം എന്നോട് പറഞ്ഞു ഇതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടറിൽ ഒരാൾ നീയാണ്. ഞാനാണ് ആ 30 ആളെ സെലക്ട് ചെയ്യുന്നതിൽ ഒരാൾ, ഞാൻ വേറെ 2 ആളും. അങ്ങനെ കാസ്റ്റിംഗ് ഡയറക്ടർ അതിൻ്റെ ഇത് കൊടുത്തു. 10-600 ആപ്ലിക്കേഷൻസ് വന്നു. അതിൻ്റെ അകത്ത് നിന്ന് തിരഞ്ഞെടുത്താണ് 100 ആളെ. ആ 100 ആൾക്കാണ് പിന്നെ നമ്മൾ ക്യാമറ വെച്ചിട്ട് യൂത്ത് ഹോസ്റ്റലിൽ വെച്ചിട്ട് ഇൻ്റർവ്യൂ ഇത് അതിലും ഞാൻ ജഡ്ജാണ്. അപ്പോഴും എനിക്കറിയില്ല ഞാനിതിൻ്റെ അകത്തുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഫൈനൽ ഇത് വരുമ്പോൾ പിന്നെ ലാസ്റ്റ് 10 ദിവസത്തെ ക്യാമ്പ്. അപ്പോൾ മുരളി മേനോനും ഞാനും ഒരുപാട് ഒരുമിച്ച് നാടകത്തിൽ അഭിനയിച്ച ആൾക്കാർ, ഒരുപാട് നാടകം. അപ്പം മുരളിയാണ് ക്യാമ്പ് ഇതാക്കുന്നത്. അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു വിജയ ക്യാമ്പിൽ ത്രോട്ട് നീ ഇവിടെ വേണം, കാരണം ഒക്കെ നാടകക്കാരാണ്. അപ്പോൾ അതൊരു വാച്ച് ചെയ്യാനും പിന്നെ ചെറിയൊരു ബഹുമാനവും നമ്മളോട് സ്നേഹമൊക്കെ ഉള്ളതുകൊണ്ട് നീ ഇവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പോൾ 10 ദിവസം ഞാനുണ്ട് അവിടെ ക്യാമ്പിൽ ഇരിക്കില്ല, ഞാൻ പുറത്തിരിക്കും, രഞ്ജിത്ത് അപ്പുറത്തുണ്ട്. ഞങ്ങളിങ്ങനെ വേറെ എന്ത് വർത്താനം പറഞ്ഞിരിക്കും. അങ്ങനെ കഴിഞ്ഞു. ലാസ്റ്റ് ദിവസമാണ് രഞ്ജിത്ത് അമ്പാടി അന്ന് അവിടെ ലാസ്റ്റ് പത്രക്കാരൊക്കെ വിളിച്ചിട്ട് ഓരോ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ രഞ്ജിത്ത് ലുക്ക് ടെസ്റ്റ് എല്ലാവരും മുടിയൊക്കെ വെട്ടി ഷേപ്പ് ചെയ്ത് മീശ വെട്ടി അങ്ങനെ എന്നെ വിളിച്ച് രഞ്ജിത്ത് അമ്പാടി പറഞ്ഞു അന്ന് ഭയങ്കര താടിയാണ്, കുറച്ചുകൂടെ നല്ല നീട്ടമുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞു വിചാട്ടാ ഇവര് നിങ്ങളെ താടി പഠിക്കണം. ഞാൻ പറയും എൻ്റെ താടി എന്തിനാ പഠിക്കുന്നത്, അഭിനയിക്കുന്നവർ അവിടെ ഉണ്ട് ഇരിക്കുന്നത്, എൻ്റെ താടി പഠിക്കേണ്ട ആവശ്യം എന്താ? അല്ല രഞ്ജിത്തേട്ടൻ പറഞ്ഞാണ് പഠിക്കണം നിങ്ങളെ പേര്. ഞാൻ പറയും മോനെ എന്തിന് എൻ്റെ താടി എന്തിനാ പഠിക്കുന്നത്, ഇത് കൂട്ടത്തൊരാളെ എൻ്റെ താടി പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല നിങ്ങൾ വരുക. ഞാൻ പറയും ശരി, കുറെ കാലമായിട്ട് പഠിക്കാത്ത താടിയാണെന്ന് നോക്കണം. ഞാൻ കുറെ കാലമായിട്ട് പഠിക്കാത്ത താടിയാ, കാരണം എൻ്റെ താടി പഠിച്ചൊരു മുഖം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ രഞ്ജിത്ത് താടി പിന്നെ അമ്പാടി താടിയൊക്കെ പഠിച്ച് ഒക്കെ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു തോർത്തുമുണ്ട്, ഇഴുകിയൊരു തോർത്തുമുണ്ട്, നിങ്ങൾ പാൻറ് ഷർട്ടൊക്കെ ഇത് എടുത്തോളി. അപ്പം ഞാൻ പറയും മോനെ ഇത് എന്തിനാ, എനിക്ക് എന്താ ആവശ്യം? അപ്പോൾ ഓനും ആവശ്യമൊന്നും പറഞ്ഞില്ല. ഞാൻ ഒരു തോർത്തുമുണ്ട് മാത്രം എടുത്ത് കുറച്ച് കഴിഞ്ഞ് പിന്നെ അപ്പം ഓരോരുത്തരും ഇങ്ങനെ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓരോരുത്തരെ ഹോളിലേക്ക് കയറി ചെല്ലും, രഞ്ജിത്ത് ചാനലുകാരോട് പറയും ഇത് ഇന്ന ആൾ ഇന്ന ക്യാരക്ടർ ചെയ്യുന്ന ആൾ. അങ്ങനെ ഇവരിങ്ങനെ റൗണ്ട് ചെയ്ത് ഇരിക്കുകയാണ് ഓരോരുത്തർ വരും. അപ്പം എന്നോട് ലാസ്റ്റാണ് അവസാനം എൻ്റെ എൻട്രി. ഞാൻ ചെന്നപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി, എല്ലാവരും ഇങ്ങനെ നോക്കി, അവരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ഒരു താടി വടിച്ചൊരു വിജയൻ വി നായർ ആരും കണ്ടിട്ടില്ല. മുടി ഇങ്ങനെ സൈഡിൽ കൂടെ ക്രോപ്പ് ചെയ്ത്. അപ്പം ഞാനൊക്കെ നടന്ന് ആരും ഒന്നും നോക്കുന്നില്ല എന്ന്. ഞാൻ രഞ്ജിത്ത് അവിടെ ഇരിക്കണേ, രഞ്ജിത്തിൻ്റെ അവിടെ താഴെ അവിടെ പോയിരുന്നു. അപ്പം രഞ്ജിത്ത് വെറുതെ ഒരു ഡ്രാമ ഉണ്ടാക്കി അവിടെ. ആരദ്ദേഹത്തെ കൊണ്ട് കയറ്റി വിട്ടു, ആരാത്, ഏതാണ്? അപ്പം ഇവർക്കെല്ലാം സംശയം ഇത് ആരാ ആളെന്നുള്ളത്. ഭയങ്കര ചേഞ്ച് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ചിരിച്ചു പോയി. ഞാൻ ചിരിച്ചപ്പോൾ എൻ്റെ ഈ വിട്ട പല്ല് ഗ്യാപ്പ് എൻ്റെ കൂടെ ഉള്ളവർക്ക് മനസ്സിലായി ഇത് വിജയേട്ടനല്ലേ. അപ്പോഴാണ് അവർക്കും മനസ്സിലാവുന്നത് ഞാനാണ് എന്നുള്ളത്. അപ്പോഴാണ് രഞ്ജിത്ത് പറയുന്നത് ഇതാണ് എൻ്റെ പാലേരി മാണിക്യത്തിലെ സെക്കൻഡ് ഹീറോ ആയിട്ടുള്ള വേലായുധൻ എന്ന് പറയുന്ന വില്ലൻ ക്യാരക്ടർ ചെയ്യുന്നത് വിജയനാണ് എന്ന്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ആ ക്യാരക്ടർ ഞാനാണ് ചെയ്യുന്നത്. അതുവരെ എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ അന്നത്തെ ആ ചേഞ്ച് ഓവറുണ്ടല്ലോ, ശരിക്കും ശ്രീരാമേട്ടൻ ഒരു പടത്തിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കാട്ടുകുതിരയിലാണോ, ഒരു ഡൗട്ട്, ചെത്തുകാരനായിട്ട് ആ ഒരു ലുക്ക്, ആ ഒരു ഗെറ്റപ്പ്, ആ ഒരു സൈസും ആയിരുന്നു വിജയേട്ടൻ ആ വേലായുധനായി വന്നപ്പോൾ. കാരണം ആ ക്യാരക്ടറിന്റെ മുണ്ട് ആ രൂപത്തിലാണ്, മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഇത് കോസ്റ്റ്യൂമിലാണ് നമ്മളെ എല്ലാവരും അങ്ങനെയായിരുന്നു. വല്ലാത്തൊരു സീനായിരുന്നു അല്ലേ? അതാ ഞാൻ പറഞ്ഞ എക്സ്പീരിയൻസ് എന്നുള്ളത്. നമ്മൾ വെറുതെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന പോലെ വന്ന് അഭിനയിച്ച ആൾക്കാരല്ല ഈ പാലേരി മാണിക്യത്തിൽ അഭിനയിച്ച ആൾക്കാർ ആരും. കുറെ ആൾക്കാർ പോയി. സിനിമ സ്റ്റാർട്ട് ചെയ്തു, ക്യാമ്പ് മുതൽ തന്നെ സിനിമ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ക്യാമ്പിലൊന്നും നമ്മളില്ല, ക്യാമ്പില് സാറെ പോലെ ഉണ്ട്. കാസ്റ്റിംഗ് ഡയറക്ടറാണ്, സ്വയം കാസ്റ്റ് ചെയ്യാൻ മറന്നുപോയി.
പക്ഷെ നമ്മൾ പുറത്ത് വെച്ചാൽ ഞാനും മുരളിയൊക്കെ പുറത്ത് ആക്ടിംഗ് വർക്ക്ഷോപ്പ് എടുക്കാറുണ്ട്. പക്ഷെ ഇതിൽ മുരളി മാത്രമാണ് എടുക്കുന്നത് നമ്മൾ. അപ്പം രഞ്ജിത്ത് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ 10 ദിവസവും രാവിലെ ക്യാമ്പ് തുടങ്ങുമ്പോൾ ഞാൻ വരും, വൈകുന്നേരം 6, 6:30, 7 മണിയാകുമ്പോഴത്തെ ക്യാമ്പ് തീരും. ഞാൻ മറ്റൊക്കെ അവിടെ താമസിക്കുകയാണ്. ഞാൻ പോകും, പിറ്റേന്ന് രാവിലെ വീണ്ടും വരും. എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഭക്ഷണം കഴിക്കുക, നോക്കിയിരിക്കുക. ഇവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുക, ഏർപ്പാടായിക്കോട്ടെ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം അവിടുത്തെ എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സിൽ മലയാളത്തിലുള്ള ഒരുവിധം പ്രമുഖ സിനിമാ നടന്മാരും ഡയറക്ടേഴ്സും ഒക്കെ വന്നിരുന്നു. അവരുടെ അനുഭവം ഇവരായിട്ട് പങ്കുവെക്കുക. അപ്പൊ അവരുടെ ആക്ടിങ്, ഓരോ ആക്ടിങ് സിനിമയും കാണിച്ചു. സെലിബ്രിറ്റി ഗസ്റ്റുകളായിരുന്നു ഓരോ ദിവസം ഓരോരുത്തർ. ഹിന്ദി സിനിമ, മലയാള സിനിമ, പഴയ സിനിമകളൊക്കെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് അതിനെക്കുറിച്ച് അതിൽ ആക്ടേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കുന്നത് എങ്ങനെ. അപ്പോൾ ഒരു ആക്ടിങ്ങിൻ്റെ വേറൊരു തലം കൂടെ ഈ അഭിനേതാക്കൾക്ക് കിട്ടുകയാണ്. ഇതെങ്ങനെയാണ് ഒരു കഥാപാത്രത്തെ സിനിമയിൽ, നാടകത്തിൽ അഭിനയിക്കുന്ന മാതിരിയല്ല സിനിമയിൽ അഭിനയിക്കുന്നത്, കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത് ഇവരുടെ അനുഭവത്തിലൂടെ ഇവർ പറഞ്ഞു കൊടുക്കുമ്പോൾ അതും ഉൾക്കൊള്ളുകയാണ്. രാവിലെ തുടങ്ങി വേറെ ആക്ടിങ് എക്സസൈസ്, അത് ഇതെല്ലാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളവിടെ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതല്ലാതെ അവസാന നിമിഷമാണ് ഞാനും സത്യം പറയുകയാണെങ്കിൽ സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് തോന്നിയ എന്താ അറിയോ, ഈ 10 ദിവസവും വിജയേട്ടനെ രഞ്ജിത്ത് സാർ അപ്പുറത്ത് മാറി ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെ 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 ആയിരിക്കണം, ഉണ്ടാവുമല്ലോ. അതിന്റെ അതാണ് ഈ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുന്ന ആള്, എത്തിച്ചു കൊടുക്കുന്ന ആള്. അത് തന്നെയല്ല കഥാപാത്രം. അതാണ് സത്യം. അവിടെയാണ് പോയിന്റ് കേട്ടോ, അവിടെയാണ് പോയിന്റ്. ഇവിടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുകയാണല്ലോ. ഈ കഥാപാത്രം ഏതാണല്ലോ. അപ്പോഴാണ് ഈ ലാസ്റ്റ് പിരിച്ചു വിടുന്ന ദിവസം ഞാൻ പുറത്തിങ്ങനെ ഇരിക്കുക, രഞ്ജിത്ത് അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ ശശി കലിംഗ് എന്നെ കാണാൻ വന്നത് എന്റെ ഷോപ്പിൽ അപ്പോഴും ഒരു നല്ല സുഹൃത്തു ബന്ധമാണ്. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ട് എന്നറിയാൻ അങ്ങോട്ട് എന്നെ കാണാൻ വേണ്ടി വന്നു. ഞങ്ങളിങ്ങനെ ഇരിക്കുക, ഓരോരുത്തർ ബാഗ് എടുത്ത് പിരിയുക, 10 ദിവസം കഴിഞ്ഞ് പിരിയുക. അപ്പം രഞ്ജിത്ത് അവിടെ ഒരു മുറിയിലിരിക്കുന്ന ജനവാലിൻ്റെ ഉള്ളിൽ കൂടെ ഇവനെ കാണുന്നുണ്ട്, എൻ്റെ കൂടെ ഇരിക്കുന്ന അത്. അപ്പോൾ പെട്ടെന്ന് എന്നെ വിളിപ്പിച്ചു. നിന്റെ കൂടെ ഇരിക്കുന്ന ആരാന്ന് വെച്ചു. ഞാൻ പറഞ്ഞത് ശശി കലിംഗ, ഇങ്ങനെ വിക്രമൻ നായരുടെ മരുമകനാണ്, ഇങ്ങനെയാണ്, നല്ല കോമഡി ആക്ടറാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നോട് നീ ഒരു കാര്യം ചെയ്യും, 3-4 സ്റ്റിൽസ് എടുക്കുക, പിന്നെ ആ വീഡിയോ ഉണ്ടല്ലോ, നമ്മളെ വീഡിയോഗ്രാഫർ, അവനെ കൂടെ കുറച്ചൊരു വീഡിയോ അത് ഒന്ന് ഇതാക്കി വെക്കുന്നത്. ഞാൻ അതൊക്കെ ചെയ്യിച്ചു. ഒരാഴ്ച കഴിഞ്ഞ്, പിന്നെ ക്യാമ്പൊക്കെ പോയി ഒരാഴ്ച, 1-1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ രഞ്ജിത്ത് വിജയ്, അപ്പം അതിലൊരു ഇൻസ്പെക്ടർ ക്യാരക്ടറുണ്ട്. അത് ശരിക്കും നോവലിൽ പറയുകയാണെങ്കിൽ ഒരു താഴ്ന്ന ജാതിക്കാരൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് വരുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, വിജയ ആ ക്യാരക്ടർ നമ്മൾക്ക് ഈ നിന്റെ കൂടെ കണ്ട ആൾക്ക് കൊടുത്താലോ. പേര് രഞ്ജിത്തിനെ കാണപ്പെടായിട്ടില്ല, മനപ്പാടായിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു അത് ഇങ്ങനെയുള്ളൊരു ഇതല്ലേ, അത് ഇത്രയും വലിയ ശശീൻ്റെ നീട്ടവും ഇതൊക്കെ വെച്ചിട്ട് ഒരു ആൻറ്റി കാസ്റ്റിംഗ് ആയാലും എന്താ കുഴപ്പമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു അത് സാറിൻ്റെ ഇഷ്ടം, എൻ്റെ അതല്ല. എന്നാൽ അയാളോട് എന്നെ ഒന്നൊന്ന് കാണാൻ പറയുന്നു. ഞാൻ ഇവരോട് പറഞ്ഞു തന്നെ രഞ്ജിത്ത് സാർ കാണാൻ പറഞ്ഞു. ശശി കലിംഗ് ഭയങ്കര ആക്സിഡന്റലി വന്ന് കയറിയതാണ് നമ്മളെ ക്യാബിനകത്ത്, കാണാൻ വേണ്ടി വന്നതാണ്. പിന്നെ നോക്കിയേ, പിന്നെ ആ സിനിമയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ പടം ചെയ്ത ആള് ശശിയേട്ടനായിരിക്കും. മാലേരി മാണിക്യത്തിലെ ആ ടീമിലുണ്ടായിരുന്നവർ ഒന്ന് പറഞ്ഞ ശശി കലിംഗ്, പിന്നെ മുസ്തഫയും രക്ഷപ്പെട്ടവർ പെടുന്നതാണ്. ഞങ്ങൾക്ക് കുറെ 10-73 പടം ചെയ്തുവെങ്കിലും എണ്ണം തേക്കാൻ രക്ഷപ്പെട്ടല്ല, പിന്നെയും കുറെ പടങ്ങളുടെ ഭാഗമായി. സംഭവം ഈ നാട്ടിൽ നടന്നൊരു സംഭവം ആയതുകൊണ്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ നാട്ടിലുള്ള കുട്ടികളെ ഉറക്കാനും ഭക്ഷണം കഴിക്കാനും വികൃതി കാണിക്കാതിരിക്കാനും അമ്മമാർ ഉപയോഗിക്കുന്ന ഒറ്റ പാത ഇതായിരുന്നു, മാണിക്യങ്ങ് വിരയെന്ന്. ഭയങ്കര പേടിയായിരുന്നു. മാണിക്യങ്ങ് വരുവെന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കും, വികൃതി കളിക്കില്ല. ഒരു തലവരും ഇതൊക്കെ ഈ മക്കൾക്കും അറിയാം, എൻ്റെ അയൽപക്കത്തുള്ള ഇപ്പം അവർക്കും അറിയാം. അല്ല, അങ്ങനെ എത്ര ഓർമ്മകളുള്ള സിനിമയാണല്ലേ ഈ മുസ്തഫ നേരത്തെ പറഞ്ഞല്ലോ. ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഇവരുടെയൊക്കെ കൂടെ നമ്മളൊന്ന് വളരെ ചെറുപ്പമാണ്, നമ്മുടെ സിനിമയിലേക്ക് വരുന്ന ഒരു ഘട്ടമാണ്. ഇവരൊക്കെ മുന്നിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയമായിരിക്കാം അല്ലെ. അത് മമ്മൂക്കാടെ കൂടെ ആദ്യത്തെ സീനുകൾ ചെയ്യുന്നു അല്ലെ. ആദ്യത്തെ സീനുകൾ മമ്മൂക്കാടെ കൂടെ ചെയ്യുമ്പോൾ ഭയപ്പാട് എന്തായിരുന്നു? അതല്ലേ നേരത്തെ പറഞ്ഞത്. പിന്നെ നമ്മളെ ക്യാമ്പിനകത്ത് വന്നിട്ട് നമ്മളൊക്കെ ഒന്ന് മയപ്പെടുത്തിയിരുന്നു കേട്ടോ അല്ലേ. മമ്മൂക്ക നമ്മളെ ക്യാമ്പിൽ വന്നു, നമ്മളെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത്, അങ്ങനെ നമുക്ക് ആ ഒരു പരിചയക്കുറവ് ഫീൽ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് എന്താ പറയുക, എല്ലാവരും ഒന്ന് കൂളാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞു നോക്കൂ, ഡയലോഗ് ഇങ്ങനെ ഈ മോട്ടിവേഷനിൽ പറഞ്ഞു നോക്കൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ 8 പേരോളം മരിച്ചെങ്കിൽ ഇപ്പോഴും ഇതിനകത്ത് അഭിനയിച്ച ഒത്തിരി പേര് ഇരിപ്പുണ്ട്, ഒത്തിരി ആളുകളുണ്ടല്ലോ. ശ്രീചേട്ടനാണെങ്കിലും എല്ലാവരും ഇപ്പോൾ ഈ സിനിമ ഇറങ്ങുന്നതിലൊരു ഈ ശ്രീചേട്ടൻ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഈ സിനിമ ഇനി ഒന്നും കൂടെ ഇറങ്ങുമ്പോൾ കാണണമെന്ന് എന്നോട് പറഞ്ഞതാണ്.
ചെറുപ്പക്കാർ പഠിക്കുന്ന കുട്ടികൾ എൻ്റെ അടുത്തായത് സീനുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അവർ ഗവേഷണം നടത്തുമോ എന്തോ അങ്ങനെ ഒരു കാലം വരും. ഈ പലരുമാണെങ്കിൽ ശരിക്കും ഗവേഷണം നടത്തുമെന്ന് തോന്നുന്നുണ്ട്. പഠന വിഷയമാക്കി നിൽക്കുകയാണ് കുട്ടികളിത്. ഇതിങ്ങനെ അന്വേഷിച്ച് വരും എൻ്റെ അടുത്ത്. നാടകാനുഭവമൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിലാണ്ട് സിനിമയെക്കുറിച്ച് നമ്മൾ ഇതില്ലല്ലോ, അങ്ങനെ അനുവാദം ഇല്ലല്ലോ. ശരിക്കും ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്നുള്ള സത്യമാണ് നോവലുള്ളതാണ്. പക്ഷെ ഇത്തരം ക്രൂരനായിരുന്നില്ല. അല്ല, അത് ഒരു പ്രാവശ്യം എനിക്ക് ഇതേപോലെ ട്രെയിനിൽ ഒരു അനുഭവം ഉണ്ട്. ഇതൊരാള് ഇയാളുടെ മരുമകനാണെന്നോ അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ട് ഒരാൾ പരിചയപ്പെട്ടു. നിങ്ങൾ പലരുമാണെങ്കിൽ അഭിനയിച്ച ആളല്ലേന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. ഞാൻ അഹമ്മദ് ഹാജിന്റെ കുടുംബത്തിലുള്ളതാണെന്ന് പറഞ്ഞു. അങ്ങനെ സിനിമയെ കാണിച്ച പോലെ ഒന്നും ആയിരുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. അത് പക്ഷേ അപ്പൊ ഞാൻ പറഞ്ഞ പുള്ളിയുടെ നോവൽ വന്നു, നോവലിന് ശേഷം പിന്നെ അത് സിനിമയാവുന്നു എന്ന് പറയുമ്പോൾ എത്ര ആൾക്കാരുടെ ഭാവനയും കൂടി അതിനകത്തുണ്ടാവും. അങ്ങനെ ഒരു ചേഞ്ചും കൂടി വന്നു സിനിമാറ്റിക് ആവുകയാണല്ലോ ഉറപ്പായിട്ടും. യഥാർത്ഥ മാണിക്യത്തിന്റെ ഭർത്താവ് 4 വർഷമായിട്ടുള്ളൂ മരിച്ചിട്ട്. എൻ്റെ വീട്ടിനടുത്താണ്. അതല്ലേ ഒരു മന്ദബുദ്ധിയായി പൊക്കാൻ ഗോവാൽ എന്നാ ഇപ്പോഴും പറയാ. പേടിച്ചിട്ട് അന്ന് നാട് വിട്ടു പോയതാണ്. ആചാർ പേടിച്ചിട്ട്. അയാളൊന്നും ചെയ്തിട്ടില്ല. കൊല്ലുന്നക്കാരൊക്കെ പറഞ്ഞു പേടിപ്പിച്ചിട്ട്. എനിക്ക് അതിൽ ഏറ്റവും നമുക്ക് നോവൽ വായിച്ചിട്ട് ഈ സിനിമയുടെ തിരക്കഥൻ്റെ ഒരു വൺലൈൻ ഉണ്ടല്ലോ, അതും കൂടി കമ്പയർ ചെയ്യുമ്പോഴാണ് അത്രയും വൈഡായിട്ട് കിടക്കുന്ന ഒരു ക്യാൻവാസിൽ കിടക്കുന്ന ഒരു നോവല് ഭയങ്കര ക്രിസ്പായിട്ട് ഭയങ്കര ഷോർട്ടായിട്ട് ഒരു സിനിമയുടെ അത് ആ സ്ക്രീൻ പ്ലേ ചെയ്തു. അത് ആ കാലഘട്ടത്തിലാന്ന് ആലോചിക്കണം. പോലും ഞെട്ടിച്ചോണ്ടാണ് ക്ലൈമാക്സ് എത്തിച്ചത്. ഒരിക്കലും പ്രതീക്ഷിക്കുന്നല്ലോ. ഈ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് പറയില്ല, ഇപ്പൊ കാണാത്ത ആൾക്കാർ കുറെ ഉണ്ടാവും. ക്ലൈമാക്സ് ഭയങ്കരമാണല്ലോ. എക്സ്പീരിയൻസ് ചെയ്ത് അത് ഇപ്പോൾ 4K വരുമ്പോ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. അതെ അതെ. അല്ല, ഒത്തിരി പ്രാവശ്യം ഇപ്പം അടുത്ത ദിവസം ടി-വിയിൽ വന്നു. പക്ഷെ അതല്ല, ഇത് സ്ക്രീനിൽ കാണാൻ, ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റാത്ത പോയ ആൾക്കാരുണ്ടാവും. പറ്റാതെ പോയ ആൾക്കാർ ഇപ്പൊ സ്ക്രീനിലാണ് കാണാൻ പോകുന്നത്. അതെ അതെ. ആ പലരി മണിക്കൊന്നുള്ള പാട്ട് തന്നെ നമുക്ക് മറക്കാൻ പറ്റാത്ത അല്ലേ? ചേട്ടനല്ലേ പുള്ളി തന്നെ പാടിയിരിക്കുകയാണ്. ആ പാട്ട് ഇപ്പോഴും നമുക്ക് ഇങ്ങനെ കാതിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ടും കൂടെ വരുന്നുണ്ടല്ലോ. അതെ അതെ. ഇപ്പൊ നമ്മളെ കൂടെ ഇന്ന് വേണ്ടിയിരുന്ന ഒരു പൊക്കന്റെ വേഷം ചെയ്ത പ്രധാന കഥാപാത്രം ചെയ്ത പൊക്കൻ ശ്രീവിജിത്ത് കയ്യൂർ എന്നൊരു വേറെ വർക്കിലായതുകൊണ്ടാണ് മൂപ്പര് വരാതെ. ഇതിൽ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ഇത്രയും 16-17 വർഷമാറായി, അതിനുശേഷം ഈ ടീം പരസ്പരം എപ്പോഴും കോണ്ടാക്ട് ഉണ്ട് എന്നുള്ളതാണ്. ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് പോകുന്നു, വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് സംസാരിക്കുന്നു, എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ വിളിക്കുന്നു, ആരെങ്കിലും വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ വിളിക്കുന്നു, ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അത് അറിയിക്കുന്നു. ആ ഒരു ഗ്രൂപ്പ് അങ്ങനെ ഫോം ചെയ്ത് മൈഥിലി വരെ, ഞാൻ വെച്ചാൽ മൈഥിലിനെ പോലൊരു പിന്നീട് കുറച്ചുകൂടി കൊമേഴ്ഷ്യൽ സിനിമകൾ ചെയ്തു പോയി കുറേ തിരക്കുകളിലേക്ക് പോയ മൈഥിലിയാണെങ്കിലും ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട് എന്നുള്ളതാണ്. വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ആ ഒരു സിനിമയുടെ ആ ഒരു ക്യാമ്പിന്റെ ഒക്കെ ഒരു ഗുണമാണ്. ആ കാലഘട്ടം ഇപ്പോഴും നിലനിന്നു പോകുന്നു എന്നുള്ള മൈഥിലിയും ശ്വേതയുമാണല്ലോ മെയിൻ ആയിട്ട് ചെയ്തിരിക്കുന്ന വേഷങ്ങൾ. അതിലൂടെ ഒരു വല്ലാത്തൊരു കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ട്. കൂട്ടായ്മ അറിയാതെ വന്നു പോയിട്ടുണ്ട്. അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ബന്ധങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അല്ല, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ സിനിമ ഇറങ്ങാൻ പോകുന്നത്. 4-ാം തീയതി റിലീസ്. റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒറ്റ ഫോൺ കോളിൽ നിങ്ങൾ എത്തുന്നു, അല്ലെങ്കിൽ വാട്സാപ്പിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് നിങ്ങൾ എത്തുവാണല്ലോ. നമ്മൾ അതിനുശേഷം കുറച്ച് സിനിമകൾ ചെയ്തു, 10-60-70 സിനിമ ചെയ്തു. പക്ഷേ ഇതേമാതിരി ഒരു ക്യാരക്ടർ എനിക്ക് പിന്നെ കിട്ടിയിട്ടില്ല. പിന്നെ കിട്ടുന്നത് ഒറീസയാണ്, ഒറീസല്ലാതെ വേറെ. പക്ഷെ ഇതേമാതിരി ഒരു ക്യാരക്ടർ എന്നും എന്നെക്കാട്ടും കൂടുതൽ ഇത് പ്രേക്ഷകനാണ് മനസ്സിൽ സൂക്ഷിക്കുന്നത്. നമ്മളെ തിരിച്ചറിയുന്നത് വേലായുധൻ എന്ന് പറയുമ്പോൾ ആ പറച്ചിൽ തന്നെ നമുക്കറിയാം നമ്മളോട് എന്തോ ഒരു അകൽച്ച ഇയാൾക്ക് തോന്നുന്നുണ്ട്. പറയുന്നവനെ കണ്ടാൽ അവന്റെ റിയാക്ഷൻ കണ്ടാൽ തന്നെ അറിയാം ഒരു അകൽച്ച ഉണ്ട്. അല്ല, അതിലെ എല്ലാ കഥാപാത്രങ്ങളെയും ആൾക്കാർ ആക്ടേഴ്സിന് പുറത്തുനിന്ന് കണ്ടാൽ, എല്ലാ കഥാപാത്രം ചെയ്ത ആക്ടേഴ്സിന് പുറത്തുനിന്ന് കണ്ട ആൾക്കാർ ഇപ്പോഴും തിരിച്ചറിയും. ഇന്നത്തെ അനുഭവം ഇന്നത്തെ പോലെ കഴിക്കാൻ പോകുമ്പോൾ പക്ഷെ ഒന്ന് ഉച്ചയ്ക്ക് എത്ര കാലഘട്ടത്തിന് ശേഷമാണ് പറയുന്നത് ആലോചിക്കണം അല്ലേ? അതിലെ ഇപ്പം നിങ്ങൾ ചെയ്ത ഒരു വേഷത്തില് ഒരു ഡയലോഗ് ഒന്ന് ഓർത്ത് പറയാൻ പറ്റുമോ? അതിൽ ഏറ്റവും നമുക്ക് പറ്റിയ ഒരു ഡയലോഗ്. ക്ഷമിക്കണം, എനിക്ക് ഓർമ്മയില്ല. ഞാൻ അതാ ഡയലോഗ് ഓർത്ത് ഞാൻ അതാ ഡയലോഗ് ഓർത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് ഇപ്പൊ നാടകമായാലും ഞാൻ ഒരു സാധനം ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു സിനിമയായാലും, ഇപ്പൊ ഞാൻ പറഞ്ഞ പത്രത്തിലൂടെ ഒരു നാടകത്തിലോ ആ ഡയലോഗ് അത് നാടകം അരങ്ങേറി കഴിഞ്ഞാൽ അതങ്ങ് മറക്കും. ഞാൻ അത് മനസ്സിൽ കയറ്റി നടക്കുന്നത്. കാരണം ഞാൻ ഇപ്പോഴും, ഞാൻ 52 കൊല്ലമായി നാടകത്തിൽ, ഇപ്പോഴും പ്ലേ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. 110 പ്ലേകളും ഞാൻ ഡയറക്റ്റ് ചെയ്ത് 150 പ്ലേകൾ ഞാൻ അഭിനയിച്ചൊക്കെ അമേച്ചർ പ്ലേകളാണ്. പ്രൊഫഷണലി ഞാൻ ചെയ്തിട്ടുണ്ട്. KPSCക്കും സംഗമം തിയേറ്റേഴ്സിനൊക്കെ 4-5 നാടകം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും ഇഷ്ടം അമേച്ചർ പ്ലേ ആണ്. അപ്പോൾ ഈ 52 150 പ്ലേയിൽ അഭിനയിച്ച ഈ ഡയലോഗൊക്കെ ഞാൻ ഓർമ്മിച്ച് നടക്കണമെങ്കിൽ ബുദ്ധിമുട്ടിപ്പോവും.
അത് എന്നെ ബാധിക്കരുത്. അടുത്ത നാളൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് സിനിമയിലാണെങ്കിലും ഇപ്പോൾ പാലേരുമാണിക്കത്തിൽ വേലായുധനെ ഞാൻ മനസ്സിൽ കാലാകാലം സൂക്ഷിച്ചാൽ, അതിൻ്റെ ഡയലോഗ് സൂക്ഷിച്ചാൽ എനിക്ക് വേറൊരു ഇതിൻ്റെ ചുമ വരും. ഞാൻ അറിഞ്ഞോ അറിയാതെയോ അതൊരിക്കലും വരാൻ പാടില്ല. ഒരു ജോലി നമ്മൾ വൃത്തിയിലും ഭംഗിയിലും ചെയ്ത് അത് തീർത്തു, അടുത്ത ജോലിക്ക് വേണ്ടി നമ്മൾ മനസ്സിനെ തയ്യാറാക്കിയെടുക്കുക. അത്രയേ ഉള്ളൂ നമ്മൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി. എങ്കിലും ഈ ഡയലോഗ് മറക്കില്ല കേട്ടോ. കുളത്തിങ്കലുള്ള ഡയലോഗ് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. അത് മറക്കാൻ പറ്റില്ല. അല്ല, അത് മറക്കാൻ പറ്റില്ലെന്ന്. അത് എങ്ങനെ മറക്കാൻ പറ്റണം? അത് മറന്ന ഈ സിനിമ എന്തുള്ളൂ ഡയലോഗ് എനിക്ക് എൻ്റെ ഡയലോഗ് ഡയലോഗ്. അതായത് ഞാൻ ആദ്യം തന്നെ ഈ ജീവൻ പോയിട്ടില്ലെന്ന് പറഞ്ഞ് നോക്കണമല്ലോ. 100-300 ആൾ കാണാൻ നിൽക്കുന്നത്, ഷൂട്ടിംഗ് കാണാൻ. അവിടെയാണ് എന്നോട് നല്ല ട്രൗസർ കഴിച്ചു കളയെന്ന് പറയുന്നത്. അപ്പം സാർ ട്രൗസർ കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാനൊന്ന് നോക്കി, ഞാനങ്ങ് മറന്നു. ഇത് അങ്ങ് വിട്ടേക്കാം. പെട്ടെന്ന് മൈത്തിലോട് കേൾക്കാം. മൈത്തിൽ ചാക്കിനകത്താ പൊതിഞ്ഞ് ഇങ്ങനെ കഥ പറയല്ലേ. ഇല്ല, ഞാൻ ആ ചാക്ക് തുറന്ന് നോക്കുന്നത്, ഞാൻ ആ ചാക്ക് കൊണ്ടുവരുന്നത്, ഞാൻ ഇയാളും കൂടെ കൊടുത്തത് അവിടെ വെച്ചിട്ട്. അപ്പോൾ ചത്തൊരു ശ്വാസം ഉണ്ടോയെന്നൊരു സംശയം. അതിനാണ് ആ കെട്ടഴിച്ചിട്ട് ഞാൻ നോക്കുമ്പോഴില്ല. അപ്പോഴാണ് മൂപ്പരുടെ ഈ പ്രയോഗം. ജീവൻ പോയിട്ടില്ല, എൻ്റെ പൂതി മാറിയിട്ടില്ല. ജീവൻ പോയിട്ടില്ല എന്ന് ആണ് വിസിബിൾ ആയിട്ട് കേൾക്കുന്നത്. മറ്റത് എൻ്റെ പൂതിയും മാറിയിട്ടില്ല. എന്നാ നിങ്ങൾ ഭാഷ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. മനസ്സിലാവും. പിന്നെ അത് അങ്ങനെ തന്നെയാണല്ലോ അതിനകത്തും. അതിനകത്ത് അത് തന്നെയാണല്ലോ മനസ്സിലാവുന്നല്ലോ. പക്ഷെ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതേ വൈഫ് പറഞ്ഞ ഡയലോഗാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. അതിൽ എന്നെ കിണറിൽ പോകുന്ന ഒരു സീനുണ്ട്. ഞാൻ പോലീസ് പിടിക്കാൻ വന്നിട്ട് ഞാൻ കിണറിൻ്റെ അകത്ത് പോകുന്നൊരു സീനുണ്ട്. ആ കിണർ 100 കൊല്ലമായിട്ട് കാട് പിടിച്ച് കിടക്കുന്ന നല്ല നിറച്ച ഇഴജന്തുക്കളുള്ള കിണറാണ്. അത് 2-3 ദിവസം മുന്നേ നമ്മളെ സിനിമയിലുള്ള ആളുകൾ പോയിട്ട് കംപ്ലീറ്റ് കാടൊക്കെ വെട്ടി, പിന്നെ ടയറൊക്കെ പൊഴിച്ച് ഇഴജന്തുക്കൾ, വെള്ളുള്ളിയൊക്കെ ചതച്ച്, ഒരു ചാക്ക് വെള്ളുള്ളി ഇട്ട് അതിനകത്ത് എല്ലാം കഴിഞ്ഞു. ഒരുപാട് ആളുണ്ട്, നിറച്ചു പാറയാണ്. അപ്പോൾ കോണി ഇങ്ങനെ കയറിൻ്റെ മുകളിൽ കോണി കെട്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ തന്നെ നമ്മളെ ഹൃദയമിടിപ്പ് ഒന്ന് താളം തെറ്റുന്നുണ്ട്. കാരണം ഇത് വീണ്ടുണ്ടെങ്കിൽ എടുക്കാനുണ്ടാവില്ല. പക്ഷെ നിവൃത്തിയിൽ ധൈര്യം ഇല്ലാതെ പറയാനും പറ്റൂല. ഇറങ്ങി ഒരു 3-4 സ്റ്റെപ്പ് ഇറങ്ങിയപ്പം പൊട്ടി. എന്തോ നല്ല ഭാഗ്യത്തിന് ഞാൻ ആ കയറിന് മുകളിൽ പിടിച്ചത് കൊണ്ട് അല്ലെങ്കിൽ വിട്ടങ്ങ് പോകും. അതോടുകൂടി കഴിഞ്ഞു, കുന്നമ്മൽ വേലായുധം കഴിഞ്ഞു. പക്ഷെ അത് ഞാൻ പറഞ്ഞു കയറ് പൊട്ടി മേലോട്ട് വലിച്ചെടുക്കുന്ന പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാം പിടിച്ചിട്ടുണ്ട് കയറ്, അവരെല്ലാം മേലോട്ട് വലിച്ചെടുത്തു. പിന്നെ രഞ്ജിത്ത് പറഞ്ഞു നീ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തോ, കാരണം പേടി കിതച്ചു പോയി. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് എന്നോട് വെച്ച് റെഡിയല്ലേ നോക്കിക്കൂടെ? ഞാൻ പറഞ്ഞു നോക്കാം, അല്ലാതിപ്പോൾ പിന്മാറാൻ പറ്റില്ലല്ലോ. റെഡിയാണ് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തെ ഇവർ വീണ്ടും ഇതൊക്കെ ടൈറ്റാക്കി കെട്ടി. അവനോട് തന്നെ ഫുൾ ഇറങ്ങണ്ട, ഒരു 5-6 സ്റ്റെപ്പ് പടി ഇറങ്ങിയാൽ മതി. പടി ഇറങ്ങി എന്നെ വെച്ചെടുത്ത് ഉള്ള ദൈവങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുന്നത്. കാരണം പൊട്ടിക്കഴിഞ്ഞാൽ കുട്ടിയൊക്കെ അച്ഛൻ പോയി. എന്തായാലും നല്ലൊരു സിനിമ വീണ്ടും പ്രൊഡ്യൂസർ സുബേർക്ക ഈ ഒരു തീരുമാനം ഭയങ്കര നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റീബർത്ത് പോലെയാണ്. കാരണം അന്ന് ഇത്ര സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമുകൾ കുറവാണ്, പ്രത്യേകിച്ച് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അന്ന് തിയേറ്ററിൽ. അപ്പോൾ അത് നല്ല തീരുമാനമാണ്. സുബേർക്കും അനൂപേട്ടനും ഒക്കെ ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ പ്രവർത്തകർക്കും ഭയങ്കര നന്ദി അറിയിക്കുകയാണ് ഞങ്ങൾ. പിന്നെ സുബേർക്കാനെ സമ്മതിക്കണം, അങ്ങനെ ഒരു പടം എടുക്കാൻ ആ കാലത്ത് അങ്ങനെ ഒരു പടം എടുക്കാൻ മാനസികമായിട്ട് തയ്യാറെടുപ്പെടുത്ത അതിനും വേണം ഒരു ധൈര്യം. കാരണം ഇതിൻ്റെ പ്രശ്നങ്ങൾ വേറെ ഒരുപാട്. ആ ഒരു ധൈര്യം ശരിക്കും ഞങ്ങൾ നന്ദി രഞ്ജിത്ത് സാറിനോട് പറയുന്നതോടൊപ്പം സുബേർക്കാക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ എല്ലാവരും പോയി കാണട്ടെ. റിലീസാണ്. നമ്മൾ മമ്മൂക്കാടെ 3 വ്യത്യസ്തമായ വേഷങ്ങൾ, ആ വേഷങ്ങളോടൊപ്പം അത് കാണാൻ മാത്രം പോയാൽ മതി. അതെ, അതിനോടൊപ്പം തന്നെ അഭിനയിച്ച 3 പേരും ഇപ്പം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എല്ലാ സിനിമകളും വിജയിക്കുന്ന പോലെ രണ്ടാമതും ഈ സിനിമ, അന്ന് വിജയിച്ച സിനിമ വീണ്ടും ഇതൊന്നും കൂടെ വിജയിക്കട്ടെ എന്നാണ് നമ്മളെല്ലാം ആഘോഷിക്കുന്നത്. ഇതിന്റെ ഒരു ആഘോഷം വീണ്ടും വെക്കാൻ നമുക്ക് കഴിയട്ടെ. അല്ലെ, അതാണ് നമുക്ക് ഇതിന്റെ ഒരു ആഘോഷം വീണ്ടും. അന്നൊന്നും അങ്ങനെ ഈ നേരത്തെ സോഷ്യൽ മീഡിയ അങ്ങനെയൊന്നും ആഘോഷങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിന്റെ ഒരു ആഘോഷം നമുക്ക് വീണ്ടും വെക്കാൻ സാധിക്കണം. അന്നും നിങ്ങൾ എല്ലാവരും കൂടെ വന്ന് ആഘോഷിക്കപ്പെടേണ്ട സിനിമയാണ്. തീർച്ചയായിട്ടും ഉണ്ടാവും. സുബേറെ, ഈ പറഞ്ഞ പോലെ മുസ്തഫയുടെ അടുത്ത പടം റിലീസിന് ഒരുങ്ങുവാണ്. അതും കൂടെ ഒന്ന് പറഞ്ഞു പോകണമല്ലോ. അത് നമുക്ക് രണ്ടാമത് ഡയറക്ട് ചെയ്യണ പടം അതിന്റെ ജോലിയിലാണ്, അതിന്റെ തിരക്കിന്റെ ഇടയ്ക്കാണ് വന്നത്. അപ്പൊ ഈ സിനിമയോടുള്ള പ്രിയവും ഒരു സിനിമാ പ്രവർത്തനം എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതാണ് ഇന്ന് ഇവിടെ ചെയ്തതെന്ന് തീർച്ചയായിട്ടും ഞാൻ സുബേർക്ക വിളിച്ചു പറഞ്ഞല്ലോ, ആസാദൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ നമ്മുടെ ടീമൊക്കെ വീണ്ടും ഒന്നുകൂടി കാണാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഓടിയതാണ്.
എന്തായാലും സന്തോഷം. സിനിമ സൂപ്പർ ആട്ടെ. തീർച്ചയായിട്ടും. സിനിമ സൂപ്പറാണ്. ഇനി കണ്ട് വീണ്ടും സൂപ്പർ. സിനിമ സൂപ്പർ ആയിരുന്നു, ഇനി ഒന്നും കൂടെ ഡബിൾ സൂപ്പർ ആട്ടെ. അതെ അതെ. നിങ്ങളുടെ വാക്ക് പൊന്നാവട്ടെ. അപ്പോൾ സന്തോഷം. ഇത് എന്റെ ഓണം, എന്റെ മൈജി ഓണം മാസോണം സീസൺ 2.